കാട്ടിൽ രാധ എന്ന പേരുള്ള ഒരാട് അവളുടെ അമ്മയോടൊപ്പം താമസിച്ചിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും പുല്ല് മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു പുള്ളിപ്പുലി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാധേ, രാധേ, നീ പോയി ഒളിച്ചു. ആ സമയത്ത് രാധ ഭയന്നോടിപ്പോയി കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നു. എടീ അമ്മ ആടേ, നിന്റെ മോളെ നീ രക്ഷപ്പെടുത്തി. പക്ഷേ നിന്നെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് തന്നെ ചീറ്റ കാട്ടിലെത്തി രാധയുടെ അമ്മയെ കൊല്ലുന്നു. കുറ്റിക്കാട്ടിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന രാധയ്ക്ക് ചീറ്റ അമ്മയെ കൊല്ലുന്നത് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ഇത് കണ്ടിട്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ചീറ്റ എന്റെ അമ്മയെ കൊന്നു. ഞാൻ ഇനി മുതൽ ഒരു അനാഥയാണ്. രാധ കരഞ്ഞുകൊണ്ട് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാട്ടിലേക്ക് ഓടിപ്പോയി. പുള്ളിപ്പുലി മാംസ കഷ്ണവുമായി നദീതീരത്തിലേക്ക് നടന്നു നീങ്ങി. ആദ്യം നല്ല ചൂടുള്ള ഇറച്ചി കഴിച്ച് വിശപ്പകറ്റാം, പിന്നെ നല്ല തണുത്ത വെള്ളം കുടിച്ച് എന്റെ ദാഹവും തീർക്കാവുന്നതാണ്. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ ചീറ്റ മാംസം തന്നു തീർത്തു. അതിനുശേഷം നദിയിൽ നിന്ന് തണുത്ത വെള്ളം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചീറ്റിൽ നിന്ന് കറുത്ത പുക ഉയരാൻ തുടങ്ങി. നീ ആരാണ്? ഞാൻ നിന്റെ അന്തകനാടാ പുള്ളിപ്പുലി. പക്ഷേ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ നീ ഒരു പാവം ആട്ടിൻകുട്ടിയെ കടിച്ചു കൊന്ന് തിന്നില്ലേ? അത് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? ആ ആടിനെ ഞാൻ വേട്ടയാടി പിടിച്ചതാ. എന്നാ നീയും കരുതിക്കോ, ഇന്ന് നീ എന്റെ വേട്ടയാണെന്ന്. കണ്ണിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ തന്നെ രാക്ഷസൻ ചീറ്റപ്പുലിയെ കൊന്നു. ആടിന്റെ ഇറച്ചി കഴിച്ച് ഏതെങ്കിലും പുലി ഈ നദിയിലെ വെള്ളം കുടിക്കുമ്പോ ഞാൻ ഈ സന്യാസിയുടെ തടവിൽ നിന്ന് എന്നേക്കുമായി സ്വതന്ത്രനാവും. ഇത് തന്നെയാണ് ആ സന്യാസി പറഞ്ഞത്. നോക്ക്, ഞാൻ ദേ സ്വതന്ത്രനായി കഴിഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കാട്ടിലുണ്ടായിരുന്ന മന്ത്രവാദി രാക്ഷസന്റെ പിതാവിനെ കൊന്നിരുന്നു. അങ്ങനെ അവനെ അനാഥനാക്കി ഒരു കുളത്തിൽ തടവിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ തീർത്തും സ്വതന്ത്രനാണ്. ഏതൊക്കെ ജീവജാലങ്ങളെ അവന്റെ കോപം ബാധിക്കുമെന്ന് ആർക്കും അറിയില്ല. വനവാസികളെ, നിങ്ങളെ കൊണ്ടാണ് ഞാൻ അനാഥനായത്. നിങ്ങളെ കാരണമാണ് ഞാൻ ഈ നദിയിൽ വർഷങ്ങളായി അടിമയായി കഴിയുന്നത്. ഇപ്പോൾ അതിനുള്ള ശിക്ഷ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓരോന്നായി ഓരോന്നായി എല്ലാത്തിനെയും ഞാൻ എന്റെ ഭക്ഷണമാക്കുന്നതാണ്. അതേസമയം അനാഥയായ രാധ എന്നാട് കാട്ടിൽ ഒറ്റയ്ക്ക് അലഞ്ഞു നടന്ന് ഒരാനയുടെ അടുത്തേക്ക് രാധ എത്തിച്ചേരുന്നു. ആനച്ചേട്ടാ, ഞാനൊരു അനാഥയായ ആടാണ്. എനിക്ക് ഇന്നീ ലോകത്ത് ആരുമില്ല. ദയവായി എനിക്കൊരു അഭയം നൽകി നിങ്ങളുടെ വീട്ടിൽ എന്നെ സംരക്ഷിക്കാമോ? ഉത്തരം പറയൂ. ആട്, ഞാൻ നിന്റെ ദുഃഖം ശരിക്കും മനസ്സിലാക്കുന്നു. എനിക്ക് ശക്തിയുണ്ട്, പക്ഷേ സാമർഥ്യമില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കുന്നതല്ല. നീ എന്നോട് ക്ഷമിക്കണം. അത് കേട്ട രാധ നിരാശയോടെ അവിടുന്ന് പോകുന്നു. അതിനുശേഷം രാധ ഒരു മാനിനെ കണ്ടുമുട്ടുന്നു. മാനമായി, ഒരു പുള്ളിപ്പുലി എന്റെ കൺമുൻപിൽ വെച്ച് എന്റെ അമ്മയെ കൊന്നു എന്നെ ഇപ്പൊ അനാഥയാക്കിയിരിക്കുക. മാനമായി, നിങ്ങളുടെ വീട്ടിൽ എനിക്കൊരു അഭയം തരാമോ? ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കില്ല. ഒരു സ്ത്രീക്ക് മറ്റൊരു നിസ്സഹായായ സ്ത്രീയെ സഹായിക്കാൻ സാധിക്കില്ല അമ്മായി. അത് മോളെ, കാടിന്റെ ലോകം വ്യത്യസ്തമാണ്. ഇവിടെ ആർക്കും ആരെയും സഹായിക്കാൻ സാധിക്കില്ല. എല്ലാവരും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത്. എന്നോട് ക്ഷമിക്കൂ. അത് കേട്ട രാധ നിരാശയാവുകയും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയും ചെയ്തു. എനിക്ക് സഹായം ലഭിക്കണമെങ്കിൽ ഞാൻ രാജാവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലണം. അങ്ങനെ സഹായത്തിനായി രാധ സിംഹരാജാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മഹാരാജാവേ, ഞാൻ അനാഥയായ ഒരാടാണ്. എന്റെ അമ്മയെ ഒരു പുള്ളിപ്പുലി കൊല്ലുകയുണ്ടായി. നീ ജനിച്ചിരിക്കുന്നത് വേട്ടയാടപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ ജനിച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരെ വേട്ടയാടാൻ വേണ്ടിയാണ്. നീ ആർക്കു വേണ്ടിയാണ് ഇവിടെ വാദിക്കാൻ വന്നിരിക്കുന്നത്? അതെന്റെ വകയിലുള്ള ഒരു സഹോദരനാണ്. ചീറ്റ മഹാരാജാവിന്റെ സഹോദരനാണെന്നോ? ചീറ്റപ്പുലി മാത്രമല്ല, കടുവ, പുലി, പിന്നെ സിംഹം, അതെല്ലാം എന്റെ സഹോദരന്മാരാണ്. ഈ കാര്യം നിനക്കറിയില്ലേ? എന്നോട് ക്ഷമിക്കൂ മഹാരാജാവേ. ഞാനിവിടെ ആരോടും യാചിക്കാൻ വേണ്ടി വന്നതല്ല. എനിക്കിവിടെ ആരുടെയെങ്കിലും വീട്ടിലൊരു അഭയം കിട്ടുമോ എന്ന് അറിയാൻ വന്നതാണ്.
ഒരാടായിട്ട് നിനക്ക് എങ്ങനെ എന്നെ പോലൊരു സിംഹത്തിന്റെ അടുത്ത് പരാതി പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? മഹാരാജാവേ, എന്നെ ഒന്ന് സഹായിക്കാമോ? നിനക്ക് വേണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ നിന്ന് തന്നെ മുക്തി തരാം. സഹായിക്കാൻ പറ്റില്ല. ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോയിക്കോ. അങ്ങനെ രാധയ്ക്ക് അവിടുന്ന് നിരാശയോടെ പോകേണ്ടി വന്നു. എങ്ങനെയൊക്കെയോ അവൾ തന്റെ ജീവൻ സംരക്ഷിച്ച് കാട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ രാക്ഷസൻ കുളത്തിൽ നിന്ന് മോചിതനായി കാട്ടിൽ ഭീതി സൃഷ്ടിക്കാൻ തുടങ്ങിയിരുന്നു. കാട്ടിലെ മന്ത്രവാദി രാക്ഷസന്റെ പിതാവിനെ കൊന്നിരുന്നല്ലോ. ഇതിൽ അടങ്ങാത്ത പകയുള്ള ആ രാക്ഷസൻ മാതാപിതാക്കളോടൊപ്പം കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെയും മാതാപിതാക്കളെ കൊല്ലുകയും ആ ജീവികളെ അനാഥമാക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഈ കാട്ടിലെ ഓരോ മാതാപിതാക്കളെയും കൊന്നു തിന്നുന്നതാണ്. എല്ലാത്തിനെയും ഞാൻ അനാഥരാക്കുന്നതാണ്. അങ്ങനെ കാട് മുഴുവൻ ഭയത്തിന്റെ അന്തരീക്ഷത്താൽ നിറഞ്ഞിരുന്നു. ഒരു ദിവസം സിംഹരാജാവ് സഭ വിളിച്ചുകൂട്ടിയിരുന്നു. അങ്ങനെ ആരാണ് മാതാപിതാക്കളെ കൊന്നുകളഞ്ഞ് കുട്ടികളെ അനാഥരാക്കുന്നത്? മഹാരാജാവേ, ഈ പണി ആ രാക്ഷസന്റേതാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സന്യാസി കിണറ്റിൽ ബന്ധിച്ചു കളഞ്ഞ രാക്ഷസനാണ്. ഇപ്പോൾ അദ്ദേഹം തടവിൽ നിന്ന് മോചിതനായോ? അതേ രാജാവേ, ആ രാക്ഷസൻ നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് പേരെ അനാഥരാക്കിയിട്ടുണ്ട്. അവൻ ഈ കാട്ടിലെ എല്ലാ മാതാപിതാക്കളെയും കൊന്നൊടുക്കുകയാണ്. ഇത് വളരെ ആശങ്കാജനകമാണ്. നമ്മൾ വന്യമൃഗങ്ങൾ, അവനൊരു രാക്ഷസനും. നമുക്കവനെ തോൽപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എനിക്കറിയില്ല നമ്മുടെ അവസ്ഥ എന്താകുമെന്ന്. മഹാരാജാവ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. രാക്ഷസനെ തടവിലാക്കിയ മന്ത്രവാദിയുടെ സഹായം നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? നീ എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിച്ചു. ശരിക്കും നീ ഒരു കൗശലക്കാരൻ തന്നെ. ആ നിമിഷം തന്നെ കാട്ടിലെ എല്ലാ ജീവജാലങ്ങളും മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സ്വാമി എന്നും വിജയിക്കട്ടെ. എന്താ ആ രാക്ഷസൻ തടവിൽ നിന്ന് മുക്തനായോ? താങ്കൾ ഒരു മഹാജ്ഞാനിയാണ് സ്വാമി. ആ രാക്ഷസൻ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷെ എനിക്കിപ്പോ നിങ്ങളെ സഹായിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. സ്വാമി, അങ്ങ് ഞങ്ങളെ ഇപ്പോ സഹായിച്ചില്ലെങ്കിൽ അവൻ ഞങ്ങളെ എല്ലാവരെയും കൊന്നുകളയും. നിന്റെ തീരുമാനവും ഇതുതന്നെയായിരുന്നില്ലേ ഷേർസിംഗ്? അതായത് കരുത്തുള്ളവരുടെ ജീവിതം കൊല്ലാൻ വേണ്ടിയും ദൗർബല്യമുള്ളവരുടെ ജീവിതം മരിക്കാൻ വേണ്ടിയുമാണെന്ന്. അപ്പോൾ കാട്ടിലെ നിയമം ഇതാണെങ്കിൽ നിയമങ്ങൾ നിങ്ങൾ എങ്ങനെ മാറ്റും? രാക്ഷസൻ കരുത്തുള്ളവനാണ്. അയാൾക്ക് പാവങ്ങളെ കൊല്ലാനുള്ള എല്ലാ അധികാരവുമുണ്ട്. എന്റെ മനസ്സിലുള്ള ചിന്ത തെറ്റായിരുന്നു. എന്നോട് ക്ഷമിച്ചാലും സ്വാമി. എന്നിട്ട് അങ്ങ് ഞങ്ങളെ സഹായിച്ചാലും. എനിക്ക് നിന്നെ സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇപ്പോ എന്നെ കൊണ്ട് നിന്നെ സഹായിക്കാനുള്ള നിവൃത്തിയില്ല. അതെന്തുകൊണ്ടാണ് സ്വാമി? ഞങ്ങൾ സന്യാസികളുടെ കൈകളിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഞങ്ങൾക്ക് വീണ്ടും അവനെ പിടിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. പക്ഷെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം സ്വാമി. ഇതിനൊരു മാർഗമുണ്ട്. നിങ്ങൾ ഒരു അനാഥയായ ആട്ടിൻകുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ആ ആട്ടിൻകുട്ടിയുടെ അമ്മയെ ആരെങ്കിലും അവളുടെ മുന്നിൽ വെച്ച് കൊന്നിരിക്കണം. അങ്ങനെയുള്ള ഒരു ആടിനെ എനിക്കറിയാം സ്വാമി. അങ്ങനെയുള്ള ആട്ടിൻകുട്ടി നദിയിൽ ചാടി ജീവൻ ഒടുക്കുകയാണെങ്കിൽ ആ രാക്ഷസൻ സ്വയം തീ പിടിച്ച് മരിക്കുന്നതാണ്. പക്ഷേ ആ ആട് സ്വന്തം ജീവൻ നമുക്കായി തരുമോ സ്വാമി? അതെനിക്കറിയില്ല. ആ അനാഥ ആട്ടിൻകുട്ടിക്ക് നിങ്ങളോടുള്ള സ്നേഹവും പിന്നെ സ്വയം ജീവൻ വെടിയാനുള്ള ത്യാഗ മനസ്സുമുണ്ടെങ്കിൽ രാക്ഷസനെ അഗ്നിക്കിരയാക്കാൻ പറ്റും. പക്ഷെ ഈ കാര്യം ആ ആട് സമ്മതിച്ചില്ലെങ്കിലോ? ആ അനാഥനായ ആട്ടിൻകുട്ടിയെ കൊണ്ട് സമ്മതിപ്പിച്ചേ പറ്റൂ. ഇതല്ലാതെ ആ രാക്ഷസനെ കൊല്ലാൻ വേറെ വഴിയൊന്നും തന്നെയില്ല. ഇത് കേട്ട ശേഷം സിംഹരാജാവും കൂട്ടാളികളും ആ അനാഥയായ ആടിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം അവർ രാധയെ കാണുകയും എല്ലാവരും അവളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. മഹാരാജാവേ, അങ്ങിവിടെ എന്താ പ്രത്യേകിച്ച്? എന്തെങ്കിലും പുതിയ വിശേഷമുണ്ടോ? ഇല്ല ആട്ടിൻകുട്ടി, എല്ലാം ഇവിടെ പ്രശ്നമാണ്. ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമാണ്. നിനക്ക് വേണമെങ്കിൽ ഞങ്ങളെ സഹായിക്കാം സഹോദരി. റാണിയമ്മേ, ഞാൻ മഹാരാജാവിന്റെയും എല്ലാ ജീവജാലങ്ങളുടെയും അടുത്തേക്ക് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ ആ സമയത്ത് ആരും എന്നെ സഹായിച്ചതേയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ സഹായിക്കാനും കഴിയില്ല. എല്ലാ ജീവജാലങ്ങളും അനാഥയായ ആടിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ആടത് നിരസിക്കുന്നു. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും നിരാശയോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ആ സമയത്ത് തന്നെ സ്വാമി അവിടെ പ്രത്യക്ഷപ്പെട്ടു. സ്വാമി, അങ്ങോ? അതേ കുട്ടി, ഇവരെ ഞാൻ തന്നെയാണ് നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. സ്വാമി പറയുന്നത് ഞാൻ അവരെ സഹായിക്കണമെന്നാണോ? ലോകത്തെ എല്ലാവരും പരസ്പരം സഹായിക്കുന്നത് നിർത്തിയാൽ
ഈ ലോകം തന്നെ അവസാനിക്കുന്നതായിരിക്കും. എനിക്ക് മനസ്സിലായി സ്വാമി. ഈ അപകടകാരികളായ മൃഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സ്വാമി സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. അത് വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ് സ്വാമി. എന്റെ മനസ്സിലുള്ളത് നീ ഇവരെ സഹായിച്ച് കാട്ടിലെ സൗഹൃദത്തെ നശിക്കാതെ കാത്തു രക്ഷിക്കണമെന്നാണ്. എന്നോട് ക്ഷമിച്ചാലും രാധേ, നീ അന്ന് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ എനിക്കത് മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ ആ കാട്ടിലെ രാക്ഷസൻ ഇവിടെയുള്ള മൃഗങ്ങളെയെല്ലാം അനാഥരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് അനാഥത്വം എന്ന് പറഞ്ഞാൽ എത്ര വേദനാജനകമാണെന്ന്. രാധമോളെ, ഇനി മുന്നോട്ട് കാട്ടിലെ മൃഗങ്ങളെ അനാഥരാകുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. അനാഥയാവുക എന്ന അവസ്ഥയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും കൂട്ടുകാരെ. പിന്നെ രാധ എന്ന ആട് എല്ലാ ജീവജാലങ്ങളെയും കൊണ്ട് നദീതീരത്തിലേക്ക് പോകുന്നു. നദിയിലേക്ക് ചാടാൻ അവൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു രാക്ഷസൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇത് കണ്ട് അവിടെ എല്ലാവരും പേടിച്ചുപോയി. ആട്ടിൻകുട്ടി, നീ ആ ആട്ടിൻകുട്ടി തന്നെയല്ലേ? മൃഗങ്ങളല്ലേ നിന്നെ ഇങ്ങനെ അനാഥരാക്കിയത്? അതെ അതെ, ഞാൻ തന്നെയാണ് ആ പറഞ്ഞ ആട്. നിന്റെ അമ്മയെ നിന്റെ മുന്നിൽ വെച്ചല്ലേ അവർ കൊന്നത്? എന്നിട്ടും നീ എന്തിനാ ഇവരെ സഹായിക്കാൻ വന്നത്? ഈ ലോകത്തില് എല്ലാവരും പരസ്പരം സഹായിക്കുന്നത് നിർത്തിയാൽ ഈ ലോകം തന്നെ എന്നേക്കുമായി അവസാനിച്ചേക്കും. നീ എന്തിനാ ഈ ജന്തുക്കൾക്ക് വേണ്ടി നിന്റെ ഒരു ജീവിതം വെറുതെ കളയുന്നത്? ഒരു അനാഥയായതിന്റെ വേദന എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് എന്റെ കൺമുന്നിൽ വെച്ച് ആ പുള്ളിപ്പുലി എന്റെ അമ്മയെ ആക്രമിച്ച് കൊന്നു കളഞ്ഞപ്പോ ഞാൻ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് എന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല. മക്കളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ കൊല്ലപ്പെടുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവർ അനുഭവിക്കുന്ന വേദന എനിക്ക് നന്നായി മനസ്സിലാക്കാനാകും. ആ വേദനയെ കുറിച്ച് എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. രാധയുടെ വാക്കുകൾ കേട്ടു കഴിഞ്ഞപ്പോൾ രാക്ഷസന് മനമാറ്റമുണ്ടായി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി തുടങ്ങി. അനാഥയായ ആട്ടിൻകുട്ടി, നീ ഇന്ന് എന്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ്. ഇനി നീ നിന്റെ ജീവൻ തരേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. ഇന്നു മുതൽ ഞാൻ സത്യം ചെയ്യുന്നു, ഇനി മുതൽ ഒരു മൃഗത്തെയും ഞാൻ അനാഥനാക്കുന്നതല്ല. സത്യമായിട്ടും? ആ, പ്രതികാരത്തിന്റെ അഗ്നി എന്നെ അന്ധനാക്കിയിരുന്നു. ഇനി മുതൽ ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല. ഒരുപാട് നന്ദിയുണ്ട് രാക്ഷസ. സന്തോഷമായിരിക്കൂ, സുഖമായിരിക്കൂ. അങ്ങനെ രാക്ഷസൻ അപ്രത്യക്ഷമായ ഉടനെ സിംഹരാജാവ് കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും എന്താ പറഞ്ഞെന്നോ? പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എന്റെ കാട്ടിലെ നിയമങ്ങൾ മാറ്റുകയാണ്. ഇന്നു മുതൽ കാട്ടിലെ എത്ര ശക്തനായ മൃഗവും തന്നേക്കാൾ ശക്തി കുറഞ്ഞ ഒരു മൃഗത്തിനെയും ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. ആരെയും അനാഥരാക്കരുത്. എല്ലാവരും പരസ്പരം സ്നേഹിച്ച് സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടതാണ്. സിംഹരാജാവിന്റെ ഈ പ്രഖ്യാപനം വനവാസികളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു. അങ്ങനെ ഇപ്പോൾ കാട് സമാധാനത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു. കാട് മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞു. മദൻ തന്റെ മക്കളെപ്പോലെയായിരുന്നു ചമേലിയെയും ബോലയെയും നോക്കിയിരുന്നത്. ഒരിക്കൽ ഗർഭിണിയായ ചമേലിക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു: ചമേലി, എന്ന് നിങ്ങൾ രണ്ടുപേരും എന്റെ ജീവിതത്തിൽ വന്നു. അന്നു മുതൽ എന്റെ ദാരിദ്ര്യം അകന്നു. നിങ്ങൾ രണ്ടുപേരും എന്ത് ലക്കിയാ എനിക്ക്. മതി, ദയവായി ഒരു കാര്യം കൂടി ചെയ്യൂ. വേഗം 4-5 മക്കളെ തന്നാൽ പണി കഴിഞ്ഞു. ആ, പണിയെന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഇന്ന് പാടത്ത് പണിക്ക് പോകുന്നോ ഇല്ലയോ? ആഹാ, പോകുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേർക്കും നീ സമയത്തിന് തീറ്റയും വെള്ളവും കൊടുക്കണം. പിന്നെ മദൻ തന്റെ പാടത്തേക്ക് പോയി വിളകൾക്ക് വെള്ളവും ഒഴിച്ചു. ഇത്തവണ നല്ല വിളവ് കിട്ടും. ഇത് വിറ്റ് ഞാൻ എന്റെ എല്ലാ കടങ്ങളും വീട്ടും. വൈകുന്നേരം വന്ന് മദൻ ശാന്തിയോട് ചോദിച്ചു: ശാന്തി, ഇത്തവണ നമുക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. നീ നോക്കിക്കോ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ എല്ലാ കടവും വീട്ടിയിരിക്കും. മദന്റെ ഈ സന്തോഷം അധിക ദിവസം നീണ്ടു നിന്നില്ല. അടുത്ത ദിവസം മദൻ പാടത്തേക്ക് പോയപ്പോൾ കണ്ടു, പാടത്തുള്ള മുഴുവൻ വിളകളും മൃഗങ്ങൾ തിന്ന് നാശമാക്കിയിരിക്കുന്നു. എന്റെ ദൈവമേ, ഇത് എന്താ ഇത്? എന്റെ വിളവുകളെല്ലാം ആരോ നശിപ്പിച്ചല്ലോ. മദൻ വിളകൾക്ക് വേണ്ടി ഒരുപാട് കടമെടുത്തിരുന്നു. ഒരു വൈകുന്നേരം മദനും ശാന്തിയും വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പലിശക്കാരൻ പണം വാങ്ങാനായി വന്നു. നോക്ക്, എനിക്കിപ്പോൾ ഈ നിമിഷം തന്നെ എന്റെ പണം വേണം. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുൻപിൽ ഞാൻ നിങ്ങളെ നാണം കെടുത്തും. മുഖ്യാജി, ഞങ്ങളെ കളിയാക്കരുത്. താങ്കളുടെ പണം ഞങ്ങൾ തരാം. തരുമെന്ന് പറഞ്ഞാൽ എപ്പോൾ തരും? ഇന്ന് തന്നാൽ മതി. എനിക്കെന്റെ പണം ഇന്ന് തന്നെ വേണം. മുഖ്യാജി,
ആരോ എന്റെ വിളവുകളെല്ലാം നശിപ്പിച്ചു. അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ താങ്കളുടെ പണം തരാമായിരുന്നു. മുഖ്യാജി, എന്റെ യജമാനനെ വെറുതെ വിടൂ. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കൂ. ആട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ മുഖ്യന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി. കൊള്ളമല്ലോ. ഈ ആട് സംസാരിക്കുകയും ചെയ്യുമോ? ഒരു കാര്യം ചെയ്യുമതൻ, ഈ ആടിനെ എനിക്കിങ്ങതാ. ഇല്ല, ഈ ആടുകൾ എന്റെ കുഞ്ഞുങ്ങളെ പോലെയാണ്. ഞാൻ ഇവരെ തരില്ല. എന്നാൽ എന്റെ പണം ഇങ്ങിതാ. മുഖ്യാജി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ശാന്തി മദനോട് പറഞ്ഞു, നോക്കൂ, ഈ ആടുകളെ കൊടുത്തേക്കൂ. നമുക്ക് ഇതല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. മദൻ മനസ്സില്ലാ മനസ്സോടെ ആടുകളെ നൽകാൻ തയ്യാറായി. ശരി മുഖ്യാജി, എന്നാൽ ഒരു അഭ്യർത്ഥനയുണ്ട്. ഇവനെ ആർക്കും വിൽക്കരുത്. ഞാൻ നിങ്ങളുടെ പണം തന്ന് ഇവനെ തിരികെ കൊണ്ടുവന്നോളാം. ശരി. മുഖ്യാജി ആടിനെയും കൊണ്ടു മടങ്ങി. അപ്പോൾ ചമേലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബോല, നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? നീ പോകരുത്. ചമേലി, മദൻ നമ്മളെ നന്നായി നോക്കി. ഇന്ന് നമുക്ക് അവനെ സഹായിക്കാൻ കിട്ടിയ അവസരമാ. നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. മുഖ്യാജി, ബോലയെ വിട്ടേക്കൂ. അവനെ വിൽക്കരുതേ. രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. മുഖ്യനും ബോലയും കൊണ്ടുപോകാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ മുഖ്യൻ ചിന്തിച്ചു, കുറെ നാളായല്ലോ ഈ മദൻ ആടിനെ കൊണ്ടുപോകാൻ വന്നില്ല. ഇനിയും എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ. ഞാൻ ഇന്ന് തന്നെ ഈ ആടിനെ വിൽക്കാൻ പോകുക. അങ്ങനെ മുഖ്യൻ ബോലയെ കശാപ്പുകാരന് വിറ്റു. ഇത് ചമേലിയും എങ്ങനെയോ അറിഞ്ഞു. അവൾ ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി. മുഖ്യൻ ബോലയെ ഏതോ കശാപ്പുകാരന് വിറ്റു. ഇപ്പോൾ ആ കശാപ്പുകാരൻ എന്റെ ബോലയെ കൊല്ലും. ബോലയുടെ അവസ്ഥയോർത്ത് ചമേലി 2 ദിവസം ഒന്നും തന്നെ തിന്നില്ല. ബോല പോയതിൽ പിന്നെ ചമേലി ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും കഴിക്കാനൊന്നുമില്ല. പറയൂ, എന്തു ചെയ്യണം? നീ ഒന്ന് ക്ഷമിക്ക്. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്തെങ്കിലും വാങ്ങാൻ പൈസ കിട്ടിയില്ലെങ്കിൽ നാളെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ശാന്തി പറയുന്നത് കേട്ട് മദൻ ശാന്തനായി നിന്നു. ഒരു കാര്യം പറയട്ടെ, ചമേലിയെയും വിറ്റാലോ? കുറച്ചു ദിവസത്തേക്കെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാമല്ലോ. ഇത് കേട്ടപ്പോൾ ചമേലിയും ഞെട്ടിത്തരിച്ചു. നീ പറഞ്ഞത് ശരിയാ. നമുക്ക് പോലും കഴിക്കാനൊന്നുമില്ലെങ്കിൽ ഇവളെ നമ്മൾ എങ്ങനെ തീറ്റിക്കും? അതിലും നല്ലത് ഇവളെ അങ്ങ് വിൽക്കുന്നത് തന്നെയാ. നാളെ രാവിലെ തന്നെ ഇവളെ വിറ്റ് സാധനം വാങ്ങി വരാം. ചമേലി ഗർഭിണിയായതുകൊണ്ട് കൂടുതൽ പേടിച്ചു. രാത്രി ചമേലി ചിന്തിച്ചു, എന്റെ വയറ്റിൽ കുട്ടികളുണ്ട്. ഞാൻ മരിക്കാൻ പാടില്ല. എന്തു ചെയ്യും? ആരോട് സഹായം ചോദിക്കും? അപ്പോൾ അവിടെ ചമൻ എലി വന്നു. നീ എന്തിനാ ചമേലി കരയുന്നത്? ഞാനിപ്പോൾ ഗർഭിണിയാണ്. നാളെ രാവിലെ മദൻ എന്നെ വിൽക്കും. എനിക്ക് എന്റെ ജീവൻ ഓർത്തിട്ടല്ല പേടി. പക്ഷേ ഞാൻ എന്റെ കുട്ടികൾ വരുന്നതിന് മുൻപേ മരിക്കാൻ പാടില്ല. നീ വിഷമിക്കണ്ട ചമേലി. നിന്റെ സഹോദരൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ കയറ് കട്ട് ചെയ്യാം. ചമൻ എലി ആ കയറ് കടിച്ചു മുറിക്കാൻ തുടങ്ങി. ചമേലിയും സ്വതന്ത്രയായി കാട്ടിലേക്ക് ഓടിപ്പോയി. കാട്ടിലൂടെ നടന്നു പോകുന്ന ആടിനെ കണ്ട് മാൻ ചോദിച്ചു, എടി ആടേ, നീ ആ വഴി എവിടേക്ക് പോകുക? അവിടെ കാടാണ്. കാട്ടിൽ ക്രൂരന്മാരായ മൃഗങ്ങളുണ്ടോ? നാട്ടിലെ പോലെ ദുഷ്ടന്മാർ കാണില്ലല്ലോ അല്ലേ? നീ മനുഷ്യരുമായി അടിയിട്ട് കാട്ടിലേക്ക് പിണങ്ങിപ്പോകുകയാണോ? കുറച്ചു നേരം നടന്നതിന് ശേഷം ചമേലി ക്രൂരന്മാരായ മൃഗങ്ങളുടെ അടുത്തേക്കെത്തി. ദൈവമേ, ഞാനിതെവിടെയാ വന്നത്? ഇവിടെ മുഴുവനും ക്രൂരന്മാരായ മൃഗങ്ങളാണല്ലോ. ചമേലി ഒരു കല്ലിന്റെ പുറകിൽ മിണ്ടാതെ ഇരുന്നു നോക്കിക്കൊണ്ടിരുന്നു. ഇവരെങ്ങാനും എന്നെ അബദ്ധത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്റെ പേര് മാത്രമേ അവശേഷിക്കൂ. കുറച്ചുനേരം മിണ്ടാതെ ഇരുന്ന് അവസരം ലഭിച്ചപ്പോൾ ചമേലി ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്നും പോയി. ദൂരെ ഒരു കുന്നിന്റെ അടുത്തേക്ക് വന്നു. ഇവിടെ പേടിക്കാനൊന്നുമില്ലെന്ന് തോന്നുന്നു. പോയി എന്തെങ്കിലും കഴിക്കാനുണ്ടോന്ന് നോക്കാം. ചമേലി ഭക്ഷണം അന്വേഷിക്കാൻ നടന്നു. പക്ഷെ അവൾക്കൊന്നും കിട്ടിയില്ല. ഇത്രയും ദൂരം നടന്നപ്പോൾ എന്റെ കാല് വേദനിക്കുന്നു. പക്ഷെ നന്നായി വിശക്കുന്നുമുണ്ടല്ലോ. അതുകൊണ്ട് ഭക്ഷണം അന്വേഷിച്ച് ഇനിയും കുറച്ചു ദൂരം നടക്കണം. ഭക്ഷണം അന്വേഷിച്ച് ചമേലി പിന്നെയും നടക്കാൻ തുടങ്ങി. എന്നാൽ അവിടെയും ക്രൂരന്മാരായ കഴുകന്മാരും പരുന്തും അവിടെ ഉണ്ടായിരുന്നു.
ദൈവമേ, ഇത് കഴുകന്റെയും പരുന്തിന്റെയും സ്ഥലമാണെന്ന് തോന്നുന്നു. അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ പിച്ചി ചീന്തി കൊല്ലും. ഇവിടെ നിന്നും പോയേ പറ്റൂ. എങ്ങനെയൊക്കെയോ ചമേലി നടന്ന് നടന്ന് കാടിന്റെ പുറത്തേക്ക് വന്നു. ഈ കാട് പലരുടെയും അതിർത്തിയാണെന്ന് തോന്നുന്നു. എല്ലാ സ്ഥലത്തും അപകടവും കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എവിടെ പോകും? പേടി കാരണം ചമേലിയുടെ അവസ്ഥ വളരെ മോശമായി. അവൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയെല്ലാം ക്രൂരന്മാരായ മൃഗങ്ങളുമുണ്ട്. അങ്ങനെ ചമേലി നടന്ന് നടന്ന് നദിയുടെ അടുത്തേക്ക് വന്നു. ഇവിടെ ദൂരെ പോലും ഒരു ഭക്ഷണം കാണുന്നില്ല. എനിക്ക് അവിടേക്ക് പോകാനും കഴിയില്ല. ഞാൻ എന്റെ വിശപ്പ് എങ്ങനെ മാറ്റും? പെട്ടെന്ന് ചമേലിയുടെ വയറ്റിലെ കുഞ്ഞുങ്ങൾ വയറ്റിനുള്ളിൽ കിടന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ഒരുപാട് വിശക്കുന്നു. ഭക്ഷണം താ അമ്മേ, അല്ലെങ്കിൽ ഞങ്ങൾ ചത്തുപോകും. ഇല്ല മക്കളെ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എന്തെങ്കിലും ഭക്ഷണം കണ്ടുപിടിക്കാം. ചമേലി വിശപ്പും ക്ഷീണവും കാരണം ദുർബലയായി മാറിയിരുന്നു. അവൾ പിന്നെയും ധൈര്യം സംഭരിച്ച് ഭക്ഷണത്തിനായി നടന്നു. വിശപ്പോടെ ചമേലി നടന്നു. അവളെ കണ്ട് അവിടേക്കൊരു കൊക്കും വന്നു. എന്തു പറ്റി ആടുപെങ്ങളെ? നിങ്ങളുടെ ആരോഗ്യം നന്നായിരിക്കുന്നില്ലേ? അതെ ചേട്ടാ, ഞാനൊരു ഗർഭിണിയാണ്. എനിക്ക് നന്നായി വിശക്കുന്നുമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകും. അതെ ചേട്ടാ. എന്നാൽ നിങ്ങളെങ്ങനെ ഈ കാട്ടിലെത്തി? അങ്ങനെ ചമേലി കൊക്കിനോട് എല്ലാം പറഞ്ഞു. ഇത് കേട്ട് കൊക്കും പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒന്നും പറ്റില്ല. നിങ്ങൾ ഇവിടെ തന്നെ മിണ്ടാതെ ഇരിക്കൂ. ഞാൻ നിങ്ങൾക്കായി ഭക്ഷണം കൊണ്ടുവരാം. കൊക്ക് ഭക്ഷണം എടുക്കാൻ പറഞ്ഞു. ചമേലിയും ഒരു കല്ലിന് പുറകിൽ പോയി ഒളിച്ചിരുന്നു. ഈ കല്ലിന്റെ പുറകിൽ ഒരുപാട് നേരം ഇരിക്കുന്നത് സുരക്ഷിതമല്ല. ഈ കൊക്ക് വേഗം ഭക്ഷണം കൊണ്ട് വന്നാൽ നന്നായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കൊക്ക് മരച്ചില്ലയുമായി വന്നു. അത് ചമേലിക്കും കൊടുത്തു. ആടുപെങ്ങളെ, ഇതാ ഭക്ഷണം. ഒരുപാട് നന്ദി കൊക്കു ചേട്ടാ. താങ്കളുടെ ഈ സഹായം ഞാൻ ജീവിതത്തിൽ മറക്കില്ല. ഇതിൽ നന്ദി പറയാൻ എന്തിരിക്കുന്നു? ഇത് എന്റെ കടമയാണ്. നിങ്ങൾ 2-3 ദിവസം ഇവിടെ തന്നെ മിണ്ടാതെ ഇരിക്കൂ. പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. ശരി ചേട്ടാ. ഹാ, നിങ്ങൾ എപ്പോൾ വരെ ഇവിടെയുണ്ടോ അതുവരെ നിങ്ങൾക്കായുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്ന് തരും. അടുത്ത ദിവസം വീണ്ടും കൊക്ക് മരച്ചില്ലയുമായി വന്നു. അപ്പോൾ ഒരു ചീറ്റ അത് കണ്ട് ചിന്തിച്ചു, ഈ കൊക്ക് ഈ മരച്ചില്ലകൾ ആർക്കാ കൊണ്ട് കൊടുക്കുന്നത്? കൊക്ക് മരച്ചില്ല കഴിക്കില്ലല്ലോ. എന്തോ ഉണ്ട്, ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. ചീറ്റ കൊക്കിന്റെ പിറകെ പോകാൻ തുടങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞ് കൊക്ക് ചമേലിയുടെ അടുത്ത് മരച്ചില്ലകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാ ഇന്നത്തെ നിങ്ങളുടെ ഭക്ഷണം. നന്ദി ചേട്ടാ. ഹാ, നദിയുടെ അപ്പുറത്തൊരു കാടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു ആപത്തും വരില്ല. നാളെ രാവിലെ തന്നെ അവിടേക്ക് പോകൂ. രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു. അവിടെ അപ്പോൾ ചീറ്റയും വന്നു. നടക്കില്ല കൊക്കെ. നാളെ രാവിലെ ഈ ആട് ആ കാട്ടിലേക്ക് പോകില്ല. ദൈവമേ, ഈ ചീറ്റ ഇപ്പോൾ എവിടെ നിന്നും വന്നു? ഈ കൊക്കിന്റെ പിന്നാലെ കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആടേ, നോക്കൂ ചീറ്റെ, ഈ ആട് ഗർഭിണിയാണ്. ഇതിനെ നീ തിന്നരുത്. ഇതിനെ തിന്നില്ലെങ്കിൽ എന്റെ വിശപ്പെങ്ങനെ മാറും? ഇന്ന് തന്നെ ഈ ആടിനെ ഞാൻ തിന്നാൻ പോകുക. ഇത് കേട്ട് ചമേലി പേടിച്ചു വിറച്ചു. എന്നാൽ കൊക്ക് അവളെ രക്ഷിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൂരെ ഒരു ചെന്നായ നിൽക്കുന്നത് കണ്ടു. കൊക്ക് പറന്ന് പറന്ന് ചെന്നായയുടെ അടുത്തു പോയി. അയ്യോ ചെന്നായ ചേട്ടാ, നിങ്ങൾ എന്തിനാ ഇവിടെ കറങ്ങി നടക്കുന്നത്? ഞാൻ ഇവിടെ വേട്ട അന്വേഷിച്ചു വന്നതാ. എന്നിട്ട് വേട്ട കിട്ടിയോ? ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഞാൻ നിങ്ങൾക്കൊരു വേട്ട കാണിച്ചു തന്നാലോ? അതെയോ? എവിടെ വേട്ട? എന്റെ കൂടെ വരൂ. കൊക്ക് ചെന്നായിയും കൊണ്ട് ചമേലിയുടെ അടുത്തേക്ക് വന്നു. ഒന്നാമത് ചീറ്റ അവളെ തിന്നാനായി നോക്കി നിൽക്കുകയായിരുന്നു. ആ കൊള്ളമല്ലോ, ഇന്ന് ആടിനെ തന്നെ കിട്ടി. ചെന്നായേ, ഇവിടെ നിന്നും പോയിക്കോ. ഈ ആട് എന്റെ വേട്ടയാണ്. ആരുടെ വേട്ടയാണെന്ന് ആദ്യം നമുക്ക് സംസാരിക്കാം. അയ്യോ ദൈവമേ, ഇപ്പോൾ ചെന്നായിയും വന്നല്ലോ. ചീറ്റയും ചെന്നായിയും ആടിനെ വേട്ടയാടാനായി പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കൊക്ക് പറന്ന് സിംഹത്തിന്റെ അടുത്തേക്ക് വന്നു. മഹാരാജാവിന് ജയ് ഹോ. പറയ്, എന്താ കാര്യം കൊക്കെ? രാജാവേ, താങ്കൾക്കായി ഒരു വേട്ട കാത്തിരിക്കുന്നു. ഇതു കേട്ടപ്പോൾ സിംഹരാജൻ സന്തോഷിച്ചു. വരൂ രാജാവേ, താങ്കളെ ഞാൻ വേട്ടയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ കൊക്ക് സിംഹത്തിനെയും ആടിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചീറ്റയെയും ചെന്നായിയും കണ്ടപ്പോൾ സിംഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തു ചെയ്യുന്നു? ഇവിടെ നിന്നും വേഗം പോകൂ.
ഈ വേട്ട എന്റേതാണ് രാജാവേ. ഞാനാ ഇതിനെ ആദ്യം കണ്ടത്. ആദ്യം കണ്ടെന്ന് വെച്ച് ഇപ്പോൾ എന്താണ്? ഇത് എന്റെ വേട്ടയാ. ഞാനേ ഇതിനെ തിന്നാൻ പോകുന്നുള്ളൂ. ഈ കാടിന്റെ തലവൻ ആരാണോ അവനിൽ നിന്നും വേണം എല്ലാം തുടങ്ങാൻ. അതുകൊണ്ട് ഇതിനെ ഞാൻ തന്നെ തിന്നും. നോക്കൂ രാജാവേ, ഞങ്ങൾ യുദ്ധം ചെയ്യും. മരണം വേണോ അതോ വേട്ട വേണോ? നന്നായി ചിന്തിക്കൂ. സിംഹരാജൻ ചിന്തിച്ചു, ഈ ചെന്നായിയെയും ചീറ്റയും തനിക്ക് വേഗം കീഴ്പ്പെടുത്താം. അതുകൊണ്ട് ഈ ചാലഞ്ച് അവൻ സ്വീകരിച്ചു. എന്നാൽ ചീറ്റ വളരെ ബുദ്ധിമാനാണ്. അവൻ ചെന്നായിയോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഈ സിംഹത്തിനെ ആക്രമിക്കാം. എന്നിട്ട് രണ്ടുപേർക്കും കൂടി ഈ ആടിനെ തിന്നാം. പറ, നിന്റെ അഭിപ്രായം എന്താ? മുഴുവൻ വേട്ടയും ഇവൻ കൊണ്ടുപോകുന്നതിലും നല്ലത് പകുതിയെങ്കിലും കിട്ടുന്നതാ. ഭക്ഷണം എന്തായാലും കിട്ടുമല്ലോ. പിന്നെ എന്താകാൻ, ചീറ്റയും ചെന്നായിയും കൂടി ചേർന്ന് സിംഹത്തിനെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. ഒരു ആടിനു വേണ്ടി 3 പേരും വഴക്കിട്ടു. കൊക്കും അവസരം മുതലാക്കി ആടിനോട് ഓടിപ്പോകാൻ പറഞ്ഞു. ചമേലിയും മിണ്ടാതെ അവിടെ നിന്നും ഓടി. ആടുപെങ്ങളെ, വേഗം ഓടിക്കോ. ചമേലി കൊക്കിനോടൊപ്പം ഓടി ഓടി നദിയുടെ കരയിലേക്ക് വന്നു. ആടുപെങ്ങളെ, ഈ നദിയുടെ അപ്പുറത്ത് സാധുവായ മൃഗങ്ങളാ ജീവിക്കുന്നത്. അവിടെ നിന്നെ വേട്ടയാടാൻ ആരും വരില്ല. നിങ്ങൾ വേഗം അപ്പുറത്തേക്ക് പോകൂ. ചമേലി വേഗം നദി മറികടന്ന് ആ കാട്ടിലേക്ക് പോയി. ചമേലി കാട്ടിലേക്ക് ജീവനോടെ വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. നീ ആ കാട്ടിൽ നിന്നും ജീവനോടെ എങ്ങനെ വന്നു? ഇത് വലിയ അത്ഭുതമാണല്ലോ. ഞാൻ ഗർഭിണിയാണ്. ഞാൻ ഈ കാട്ടിൽ നിങ്ങളോടൊപ്പം താമസിച്ചോട്ടെ? ഓഹോ, എന്തുകൊണ്ടില്ല? നിനക്ക് ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കോ. ഇന്ന് നീ എന്നോടൊപ്പം താമസിക്കേ. ഞാൻ നിന്നെയും നിന്നിൽ നിന്നും വരുന്ന കുട്ടികളെയും നന്നായി നോക്കിക്കോളാം. എന്റെ കൂടെ വാ. നിങ്ങൾ എന്നെ ഒരുപാട് സഹായിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അങ്ങനെ ഗർഭിണിയായ ചമേലി മാനിനോടൊപ്പം താമസിക്കാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാവരും ചമേലിയെ സഹായിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ ചമേലിയും 2 കുട്ടികളെ പ്രസവിച്ചു. അങ്ങനെ ആ കുട്ടികളോടൊപ്പം സന്തോഷത്തോടെ ചമേലി ജീവിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.